ജോഷുട്ടൻ ഒറ്റയ്ക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി പോവാണേ. ടാറ്റാ. അത് ഈ നട്ടുച്ച വെയില്. ബൈ. ചിരിക്കില്ലേ നീ? ടാറ്റാ. ഒറ്റയ്ക്ക് സ്ലൈഡ് ചെയ്യാൻ പോവാണേ. ടാറ്റാ. ഓക്കേ ചെയ്യ്. സ്ലൈഡ് ചെയ്യ. അവിടെ ഇരിക്കി. അന്നമ്മ സൈക്കിൾ ഓട്ടുന്നു. ഇരിക്കി. ജോഷുട്ടിനെ ഇരുന്നേ. തിരിച്ചു പോന്നു പേടി. വീഡിയോ ആലോചിച്ചാൽ വീഡിയോ കോളാണ്. ഹായ് ജോഷിട്ട. ഹായ്. ഐഷ് അവിടെ ഉള്ളത് വായിലേക്ക് ഇട്ടുള്ളതാ. ജോഷിട്ട ഹായ്. അവളെ വിളിക്കുവാ. ഹായ് ജോഷിട്ട. ഹായ്. അമേഷ് ഇവിടെ ഇരിക്കടാ. അവിടെ ഇരിക്കടാ. പേടിത്തൊണ്ട. ഇവിടെ ഇരിക്കി. വാ ഇവിടെ ഇരിക്കി. ഇവിടെ ഇങ്ങനെ പോയിക്കോ. വാ നമ്മ വീഡിയോ എടുക്കാം. ജോഷുട്ടിന് പേടിയായേ. ജോഷുട്ടിന് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാണേ. അന്നമ്മ പറന്നു വരുന്നുണ്ട് എവിടെ നിന്ന് തോന്നുന്നു. ജോഷിട്ടൻ സ്റ്റെപ്പ് ഇറങ്ങാൻ പോകുന്നു. കാക്കു. 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 അന്നമ്മ പറന്ന് പോരുവേ. അന്നമ്മയുടെ ഫ്രണ്ടാണ് വരുന്നേ. നമ്മളെ ജാനകി കുട്ടിയാണേ പോന്നേ. ഹായ് ചേച്ചി പറഞ്ഞേ. ഹായ് ചേച്ചി. ഇതിൻ്റെ ബാക്കിൽ തന്നെ അന്നമ്മ ഉണ്ടാവും കേട്ടോ. ഹായ്. ജോഷിന് ഇപ്പം എന്നെ പേടിപ്പിക്കുകയാണോ നീ? ജോഷിന് ഇപ്പം ഇറങ്ങുവേ. സ്ലൈഡ് ചെയ്യടാ പോയിട്ട്. സ്ലൈഡ് ചെയ്യാനല്ലേ നീ കയറിയേ? അവന് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഇഷ്ടം. പോരട്ടെ. വാടാ. വാ പോരട്ടെ. പേടിത്തോണ്ടാ. കയ്യടി. ഗുഡ് ബോയ്. പ്രാവ് പറക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട്. നല്ല വെയിലാ പൊന്നാ. നല്ല വെയിലാ. ഇങ്ങോട്ട് വാ. വെയില്. വെയില്. വാ. എന്നെ വരട്ടണ്ട. നീ എന്നെ വരട്ടണ്ട കേട്ടോ. നീ എന്നെ വരട്ടാൻ നിൽക്കണ്ട. നീ ഇറങ്ങ്. വെയിലാ. വാ. വെയില്. ഇങ്ങോട്ട് വാ. നീ എന്നെ വരട്ടണ്ട കേട്ടോ. ഇറങ്ങട്ടെ. പോരട്ടെ. മേച്ചു. അതുപോലെ നീ ചാടി ഇറങ്ങാനൊക്കെ ആയോ? എടാ ഭീകര, നീ ചാടി ഇറങ്ങാനൊക്കെ ആയോ? ഓയ്യേ. കയ്യടിക്ക്. പോരട്ടെ. അന്നമ്മ പറന്ന് വരുന്നു കേട്ടോ. പറന്ന് പോകുന്നുണ്ട്. ജോഷിട്ടുന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങി. അയ്യോ അമ്മ തലറിങ്ങി വീഴും ഇവിടെ. ഇമ്മാതിരി വെയിലത്താ. ഇനി എടുത്തോണ്ട് പോവാ. ഹായ്. അവനത് പോരാ.
അവൻ പിന്നെയും പോകുന്നു. ഊഞ്ഞാലാടാൻ പോവാണ് വെയിലത്ത്. കണ്ട അവൻ്റെ സ്ഥിരം സംഭവമാണ് സ്റ്റെപ്പ്. എവിടെ കയറിയാലും സ്റ്റെപ്പ് എവിടെ കണ്ടാലും ജോഷുട്ടൻ കയറും. ടാറ്റാ. ഞാൻ കാല് വെച്ചാണ് അവൻ ചിരിച്ചേ. ടാറ്റാ. ജോഷുട്ടൻ സ്ലൈഡ് ചെയ്യാൻ പോവാണോ ജോഷുട്ടൻ? ആണോടാ? വാടാ. കണ്ട ഇനി പിടുത്തം തരില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ കാല് വീഴുവോ? ചേച്ചി ചേച്ചി എന്തിയേ? ഹായ് ചേച്ചി. അമ്മോ ഇപ്പോൾ വീഴും. ഹായ് ചേച്ചി പറഞ്ഞേ. ഹായ് ചേച്ചി. ഡി ചേച്ചി വിളിക്കും. ഡി വന്നേ. വാ വന്ന് എന്നെ നീ വരട്ടണ്ടാട്ടാ. വാ. തലയൊക്കെ വേർത്ത നോക്കിക്കേ. എടാ ചെക്ക നിന്റെ തലയൊക്കെ വേർത്തു. ഇറങ്ങ്. സ്ലൈഡ് ചെയ്യ്. നിക്കടാ അവിടെ നിക്കടാ. ഇനി സ്ലൈഡ് ചെയ്യിപ്പിച്ചിട്ട്. ഹലോ ഗൈസ്, ജോഷിട്ട് സ്ലൈഡ് ചെയ്യാൻ പോവാണ്. ടാറ്റ കൊടുത്ത്. ടാറ്റാ. അവിടെ നിൽക്കണേ. അമ്മ ഈ ഫോൺ എടുത്തിട്ട് വരാം. തിരിച്ച് കയറലടാ. ഫോൺ എടുക്കുമ്പോ തിരിച്ച് കയറലടാ. ഇതിലിറങ്ങ. ജോഷ്ടം കുടുങ്ങി. പോയി. ഇഷ്ട നല്ല അടിപൊളി വെയിലാണ്. ഞങ്ങൾക്ക് വേർതിരിക്കുകയാണ്. ജോഷുട്ടിനും വേർത്ത്. നമ്മൾ പോവാണേ. നമ്മൾ അന്നമ്മയുടെ അടുത്തേക്ക് പോവാം. അന്നമ്മ ഈ വെയിലത്ത് തന്നെയാണ് അന്നമ്മയും കളിക്കുന്നത്. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? എവിടെയാണ്? ഒച്ച മാത്രമേ കാണുന്നുള്ളൂ. കാർമയത്തിനുള്ളിൽ കുടിക്കാൻ. നട്ടുച്ച വെയിലത്താണ് അനൂസെ സൈക്കിൾ ഓട്ടുന്നത്. അയ്യോ വാടിക്കരിഞ്ഞു പോയി എൻ്റെ മോള്. ഇനി ജോഷുവിന് അവളെ സൈക്കിളിൽ കയറാൻ വേണ്ടി. ഇല്ല, ഇവന് പാർക്കിൽ പോകാൻ വേണ്ടി. കണ്ടാ ഇത്രയും കഷ്ടപ്പെട്ട് വന്നപ്പോൾ അവൻ എന്താ തിരിച്ച് പാർക്കിലേക്ക് പോവാണ്. അമ്മോ പിടിക്കില്ലേ? അമ്മോ എടാ അവൻ എന്നിട്ട് ആ സ്റ്റെപ്പിൻ്റെ പുറകെ പോയി നിൽക്കുവേ. എന്നിട്ട് സ്റ്റെപ്പ് കയറും. ഊഞ്ഞാലുണ്ട്, സ്ലൈഡുണ്ട്. കൊച്ചിനടിക്കല്ലേ? അന്നമ്മ പോവാ. ടാറ്റാ. വണ്ടി ഇടിക്കല്ലേ? അവള് ഫ്രണ്ടിലെ ടയർ പൊന്തിക്കാൻ വേണ്ടി നോക്കുക, പക്ഷെ നടക്കില്ല. അതാ പോകുന്നു. ഇപ്പം നിന്നെ ഇങ്ങോട്ട് കയറുന്നുണ്ടോ? നിക്കടാ. അങ്ങനെ കയറിക്കോ. കയറിക്കോ. അയ്യോ ചിരിക്കല്ലേ. പോട്ടെ. സ്ലൈഡ് തിരിഞ്ഞു കയറും കേട്ടോ. പോട്ടെ. എടാ ഭീകരാ. എടാ എത്തി. അവന് ഞാൻ പിടിക്കാൻ വരുമെന്ന് ചോദിച്ചിട്ട് അവൻ ഓടിപ്പോയത്. ചൂട് പൊള്ളും എൻ്റെ പൊന്നി. അവിടെയൊക്കെ പൊള്ളും. ഓടല്ലേ. ചിരിക്കണ്ട നീട്ടാ. അമ്മ രണ്ടാമതും ജോഷിട്ടൻ സ്റ്റെപ്പ് ഇറങ്ങാൻ പോവാണ്. ജോഷിട്ടൻ വേർത്ത കാണിച്ചു കൊടുക്കട്ടെ. അമ്മ വേർത്ത്. ജ്യേഷ്ഠ പക്ഷെ ഇങ്ങനെ വെച്ചേ. ജ്യേഷ്ഠ ജ്യേഷ്ഠ ഇങ്ങനെതാ. ജ്യേഷ്ഠ പോവാം. ടാറ്റ പോവാം.
വരട്ടണ്ട, നീ എന്നെ വരട്ടണ്ട. വാ വാ വാ. ജോഷിയുടെ സ്റ്റെപ്പ് കയറാൻ പോവാണേ. അതാ 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 ജോഷിയുടെ സ്റ്റെപ്പ് കയറാൻ പോവാണേ. ആ, ഇരുന്നാണ് അവൻ കയറുന്നത്. അവിടെയൊക്കെ പൊടിയാണ്, പൊടി പൊടിയാ അവിടെയൊക്കെ, പൊടി. പോണ്ട പോണ്ട, വാ അമ്മ പിടിക്കാൻ. വാ വാ. എന്നെ നീ വരട്ടണ്ട, എന്നെ നീ വരട്ടണ്ട. അതിലെ പോരാനേ ഉള്ളൂ നീ. കൃഷ്ണൻ പിന്നെയും കയറുവാണ്. ജോഷിട്ടാ കാക്കു വെച്ച്, കാക്കു കാക്കു. ആ അതെ 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 അതെ, കണ്ടേ. വീണ്ടും സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണേ. എടാ ഇവിടെ വാട, ഇവിടെ വാട. ലിഫ്റ്റ് തുറന്നേ. അത് ഞെക്കല്ലേ എടാ, ലിഫ്റ്റിൽ അത് ഞെക്കല്ലേ, നമ്മള് ജാമായി പോയി ഇതില്. എടാ നമ്മള് പോവാ, പോവാ. വാ ഓടിക്കോ. നമ്മളങ്ങനെ ഉച്ച സമയം. ആ ആ വേസ്റ്റ് ചേച്ചിമാരെടുത്തോ നോക്കി. ആ വേസ്റ്റ് എടുത്തു. ഓക്കെ, വാ വാ, ഓടി വാ. ജോഷു അമ്മ കയറുവാണേ. ബൈ, ടാറ്റ, സീ യു. അമ്മ പോയി. ഏതാ അപ്പ ടാറ്റ പോന്നു, അപ്പ ടാറ്റ പോന്നു. ടാറ്റ അപ്പ ടാറ്റ. അപ്പ ടാറ്റ. അമ്മ ടാറ്റ പോവാണ്. നീ വരുന്ന? അയ്യോ അയ്യോ അയ്യോ. കുളിക്കാം യേശു, കുളിക്കാം. എറിഞ്ഞു തന്നെ, അമ്മയ്ക്ക് എറിഞ്ഞു തന്നെ. കുളിക്കാം, ഞാൻ കുളിക്കാൻ പോവാം. അതാ അയ്യോ, ഇപ്പൊ ഇടിച്ചാനവിടെ. അന്നമ്മ എന്ത് ചെയ്തു നോക്കാം. അന്നമ്മ വെയിലത്തുനിന്ന് കയറി വന്ന് ഒരു ടാങ്ക് അടിക്കുക. ടാങ്ക് നല്ല ചൂടാണ്, നല്ല ചൂട്. അപ്പോൾ നമ്മൾ ടാങ്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നോർമൽ വാട്ടറിൽ കുറച്ച് പൗഡർ, ടാങ്കിൻ്റെ പൗഡർ ഇട്ടിട്ട് പിന്നെ പഞ്ചസാര ഇട്ട്, അല്ലെങ്കിൽ ഐസ് വാട്ടറിൽ പഞ്ചസാര കലങ്ങില്ല. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഐഡിയ. ഓക്കെ, അപ്പം ഈ ഐസ് പൊട്ടിക്കണമെങ്കിൽ എനിക്ക് 2 കൈയും വേണം. സെൽഫി സ്റ്റിക്കുകൾ 3 ഉണ്ട്, പക്ഷേ കാര്യമില്ല. ഇതൊക്കെ എടുത്തു വരുമ്പോഴേക്കും ജോഷിന് വഴക്ക്. തരാം ഐസ്. ജോഷിന് ഐസ് കൊടുത്തേ. എങ്ങനെയുണ്ട്? സൂപ്പർ. ആ, തിന്നാൻ പോവാണ് കേട്ടോ. നമുക്ക് ഈ ഐസ് കുറച്ച് ഇങ്ങോട്ടേക്ക്. ഇത്രയൊന്നും വേണ്ട, എങ്കിലും ആർഭാടത്തിനായിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആ ഐസ് വെച്ചിട്ട് അവൻ അവിടെ ഒരു താജ്മഹൽ വേണമെങ്കിൽ പണിയും. ഫ്രിഡ്ജിൽ തുറന്നു. ജോന്ന, അന്ന ഇതാ ഒരു അടിപൊളി വലിയ ഗ്ലാസ്സിലാണ് നമ്മൾ ടാങ്ക് ഇറക്കിയത്. കുറച്ച് കഴിയുമ്പോൾ ജോഷിട്ട് നമ്മൾ ചോദിക്കും. നമ്മൾ എന്ത് കഴിച്ചാലും അവനും വേണം. സോ എല്ലാവർക്കും കൂടെ ആഡ് ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ഈ ഐസ് ക്യൂബ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലൊരു ഐസ്ക്രീം ഇരിപ്പുണ്ട് കേട്ടോ. ലാസ ഐസ്ക്രീം കുടിക്കാം.
ജോഷു സൂപ്പർ. അവന് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അവൻ എങ്ങനെ സൂപ്പർ പറയും? അവൻ ഐസ് കഴിച്ചിട്ട് ഐസ് എങ്ങനെയുണ്ട് സൂപ്പർ. അങ്ങനെ അന്നമ്മ വന്നു കേട്ടോ. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അന്നമ്മ വന്ന് ടാബിൻ്റെ മുകളിൽ കയറി. ഹലോ, സൈക്ലിംഗ് കഴിഞ്ഞാ? നല്ല അടിപൊളി ഫേസ് ആയിട്ടുണ്ട് അല്ലേ? ടാബ് കാണിച്ചേ. ജോനയുടെ ടാബാണ് കേട്ടോ. നമ്മളിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ചോറ് വേണ്ടേ? കുറച്ച് കഴിഞ്ഞ് മതിയോ ചോറ്? ചോറ് വേണോ വേണ്ടയോ? കുറച്ച് കഴിഞ്ഞ് മതിയാ? കാരണം അന്നൂസ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അവൾക്ക് കുറച്ച് കഴിഞ്ഞ് മതി. അപ്പം ഞാൻ അതെ ഒരു കുപ്പി വെള്ളം ഫുള്ള് അവൾ കുടിച്ചു. അപ്പോൾ ഇനി ഞാനാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോറെടുത്തു. രാവിലത്തെ ചട്നി, നമ്മളുടെ ദോശയ്ക്ക് കൂടി ഉണ്ടായിരുന്ന ചട്നിയാണിത്. പിന്നെ ഞാൻ കഴിക്കാത്തൊരൈറ്റമാണ് കേട്ടോ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. മമ്മി പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചില്ല. റോബിച്ചൻ കഴിച്ചിട്ട് പോയി. ഇത് കുഞ്ഞൻമത്തി മുളകിട്ട കറിയാണ് കേട്ടോ. അപ്പം ഇത് കഴിക്കാൻ വേണ്ടി പോവാണേ. എനിക്കിപ്പം നല്ല സാമ്പാറും ചോറുമാണ് കഴിക്കാൻ തോന്നുന്നത്. എനിക്കതിനോടാണ് ഭയങ്കര താല്പര്യം. എനിക്ക് ഈ മുളകിട്ടത് ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ എനിക്കിഷ്ടമുള്ളൂ. അപ്പം കഴിക്കാം. നല്ല കറുത്ത മൺചട്ടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ മൺചട്ടി. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫ്ലാറ്റിലെ കിച്ചൺ. ഇതാ മമ്മി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇത് ഞാൻ നേരെ തിരിച്ച് വെക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള പർപ്പിളും ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എന്താ പറയുക ഡിസൈനും അതിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ നിറച്ചും പലഹാരങ്ങളുടെ ഒരു ഏരിയയാണ്. പിന്നെ ഓട്സ്, അന്നൂസിൻ്റെ ചോക്കോസിൻ്റെ 2 ഡബിൾ ചോക്കോസ് മേടിക്കുന്നത് വെച്ചാൽ ഒന്നിനൊന്ന് ഫ്രീ. ഇതേപോലത്തെ വേറെ ചോക്കോസ് ഇതാ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ചോക്കോ ഫിൽസാണ്. ഇതിന് 2 എണ്ണം ഉണ്ട്. അത് ഒരെണ്ണം മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇത് ജോഷൂട്ടൻ്റെ കൽക്കണ്ടം ലുലുന്ന് മേടിച്ചതാണ് കേട്ടോ. കൽക്കണ്ടം ഇത് പ്ലം ട്രീന്ന് മേടിച്ചതാണ് കേട്ടോ. ചോക്ലേറ്റ് കുറച്ച്. അപ്പം ഇത് നമ്മൾ സാധാരണ ഫ്രിഡ്ജിലാണ് വെക്കാറ്, പക്ഷേ ഇതിപ്പോൾ ഈ ഒരു അലമാരിക്കകത്താണ് വെച്ചത്. ഫുള്ളായിട്ട് ഇടാവേ. കണ്ടോ, ഈ ഫുള്ളായിട്ട് ഇടുമ്പം നമ്മൾ ആശാന്മാരുടെ സൗണ്ട് ഭയങ്കരമാണ്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും, ഹോസ്പിറ്റലിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ബേബി ബോയ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഒരു ചോക്ലേറ്റ്. പിന്നെ ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഉണ്ട്, അത് തീർന്നെന്ന് തോന്നുന്നു. അതാ ബേബി ഗേളും ബേബി ബോയും. ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി ചോക്ലേറ്റ്സ് കിട്ടണമെങ്കിൽ പ്ലം ട്രീയിലും അങ്ങനത്തെ ഈ ചോക്ലേറ്റുകൾ മാത്രം കിട്ടുന്ന ഷോപ്പുകൾ ചെന്നാലേ കിട്ടണ്ട. ബേബി ഗേൾ, ബേബി ബോയ്. തിരിഞ്ഞു പോയോ? കണ്ട. അപ്പോൾ ജോഷൂട്ടിന് ഇത് കൊടുക്കും ബ്ലൂ, അന്നമ്മയ്ക്ക് പിങ്കും കൊടുക്കും. പക്ഷെ എപ്പോഴും വന്ന് കഴിക്കില്ല, ഞാൻ എപ്പോഴും കൊടുക്കുന്നതല്ല. ഇതൊരു മാസമായി നമ്മൾ മേടിച്ചിട്ട്. മാസമല്ല, 2-3 ആഴ്ചയായി. ഏകദേശം ഒരു മാസം. ഇത് ടൊമാറ്റോ ചിപ്സാണ് കേട്ടോ. ഇത് കഴിച്ച് കഴിയുമ്പം നമ്മുടെ ഈ കുറുകുറി വെച്ചില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അത് പൊട്ടിച്ചത് വേറെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് പൊട്ടിക്കാത്തത്. ഇത് നമ്മുടെ കടല, തൊലി കളയാത്ത കടല. പിന്നെ ഇത് ഈ ന്യൂട്രല്ലയിൽ നമ്മളെ ജോഷൂട്ടിൻ്റെ കൽക്കണ്ടം പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത അവലോസുണ്ടയാണ്. ഇത് ഇതുവരെ ആരും കഴിച്ച് തീർത്തിട്ടില്ല, നല്ല ഹാർഡാണ്, അതുകൊണ്ടായിരിക്കും കഴിച്ച് തീർക്കാത്തത്. പിന്നെ എന്താ, ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. നമുക്കൊരു ഫ്ലാറ്റ് ടൂർ എന്ന നിലയ്ക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട് കേട്ടോ.
ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. എല്ലാം സാധാരണ നോർമൽ പോലെ തന്നെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ അടയ്ക്കാം, ഇങ്ങനെ പൊക്കാം. ഇതാണെങ്കിൽ ഇങ്ങോട്ട് വരും. എൻ്റെ പൊന്നെ നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നെ ബാക്കി സാധാരണ പോലെ തന്നെ. കണ്ടോ, ഇങ്ങനെ. നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ചെയ്യാവുന്നതാണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെട്ടത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ വെട്ടം ഇടായിട്ടാ. ഇതിട്ടാൽ നമ്മളുടെ ഇതിൻ്റെയും കൂടെ സൗണ്ട് കേൾക്കും. ഇത് വാഷിംഗ് മെഷീൻ. പിന്നെ ഇതിൽ അരി സാധനങ്ങളൊക്കെ വെച്ച് കുറച്ച് ഐറ്റംസ്. പിന്നെ ഇവിടുത്തെ പ്രാവിനെ കാണിച്ചു തരാം കേട്ടോ. അതാ അവിടെയാണ് പ്രാവിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല പൊന്നരിയുടെ ചോറും മത്തി മുളകിട്ടതും രാവിലത്തെ ചട്നിയും കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ വാഴ 2 വന്നതുകൊണ്ട് ഞാൻ വാഴ 2 സിനിമ കണ്ടിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഓക്കെ. ആദ്യം ഈ അടുക്കളയിൽ നിന്ന് പോകുമ്പം ഈ ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തില്ലെങ്കിൽ മമ്മി എന്നെ ചീത്ത പറയും. അപ്പം നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു കഴിക്കാൻ പോവാണേ. അയ്യോ, ഫാൻ ഓഫ് ചെയ്യോ? ഇല്ല. അപ്പം കഴിച്ചിട്ട് കാണാം. ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ജോനെ കൂടെ സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവളെ കൂട്ടുകാരുടെ സൈക്കിൾ. അപ്പം ഞാൻ അവൻ കാണാതെ അവനെ പപ്പേനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോകുന്നതാണ്. പോയി ഓടി പപ്പ വിളിച്ചു. ഇതെന്നമ്മയുടെ സ്കൂട്ടറാണ്. ഇത് സ്കേറ്റിങ്ങിൻ്റെ വേറെ ഒന്നാണ്. ഇതെന്നമ്മയുടെ തന്നെയാണ് കേട്ടോ. രണ്ടുപേരുടെ ഇപ്പം മറിഞ്ഞടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അമ്മേ വീണ്. രണ്ടുപേരും ഇപ്പം ഡബിൾ അടിക്കുകയാണ് കേട്ടോ. 5 മണിയായി. വൈകുന്നേരത്തെ കലാപരിപാടിയാണിത്. നല്ല കാറ്റുണ്ട്. അങ്ങനെ വൈകുന്നേരത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാതിരാക്കോഴിയിലേക്ക് പോവാണ് കേട്ടോ. പാതിരാക്കോഴി എന്ന് പറയുന്നത് ഇവിടെ ആലുവയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഷവർമ്മ കഴിക്കാനാണ് പോകുന്നത്. ഷവർമ്മ റോള് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പാർസൽ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. എനിക്ക് ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റോൾ അധികം ഇല്ലായിരുന്നു, ചെറുതായിരുന്നു. അപ്പം ഒരു പ്ലേറ്റൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് കരുതി നമ്മൾ പോയതാണ് കേട്ടോ പാതിരാക്കോഴിയിലേക്ക്. അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പോകുന്ന വഴിക്ക് നമ്മൾ ആലുവ പാലത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ നിന്നാണ് മെട്രോ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയാട്ടോ ഈ പാലത്തിന് മുമ്പിലുള്ള മരങ്ങളും ആ പച്ചപ്പും ആ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത്. അപ്പം ഇത് ആണ് ആ പാലം. ഈ പാലത്തിൻ്റെ അവിടെ ഞാൻ സൂം ചെയ്തൊരു വീട് കാണിച്ചില്ലേ, അതാണ് നമ്മളുടെ ദിലീപിൻ്റെ വീട് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ, പക്ഷെ പറ്റാറില്ല. കാരണം രാവിലെ ആണെങ്കിൽ നമ്മൾ ഈ സൈഡായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനത്തെ ക്ലിയറിലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കരുതും തിരിച്ചു വരുമ്പം അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുമല്ലോ എന്ന്. പക്ഷേ നമ്മൾ ലുലു മാളിലും അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം രാത്രിയാവും തിരിച്ചെത്താനായിട്ട്. അതുകൊണ്ട് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെപ്പോൾ പോവുകയാണെങ്കിലും കാണുന്നൊരു വീടാണ് കേട്ടോ. പെരിയാറിൻ്റെ തീരത്തുള്ള ഈ വീട്. അങ്ങനെ നമ്മളിത് ആ പാതിരാക്കോഴിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് കണ്ടില്ലേ, പാതിരാക്കോഴി എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഈ ചിക്കനൊക്കെ പുകച്ചതിൻ്റെ കരിച്ചതിൻ്റെയും പുകച്ചതിൻ്റെയും ഒക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അകത്ത് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുവാണെങ്കിലും ഉള്ളോട്ടായിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൊമാലി റൊട്ടി വന്നിട്ടുള്ള പ്ലേറ്റ് ഷവർമ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ താഴെ ഒരു കുബൂസ് മുകളിലൊരു കുബൂസ് നടുക്ക് നമ്മളുടെ ചിക്കൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമൊന്നും അല്ല ഇവിടെ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസ് ഷവർമ ആയിരുന്നു കേട്ടോ. പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി രീതിയിലാണ് അവർ ചിക്കനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ റൊമാലി റൊട്ടിയും കൂടി ആയപ്പം സംഗതി നമുക്ക് ആ ചിക്കൻ തീർക്കാൻ പാകത്തിനുള്ള റൊട്ടി കിട്ടിയിട്ടില്ല. ഒരു റൊട്ടിയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ എക്സ്ട്രാ മേടിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് ഒരു പ്ലേറ്റ് തന്നെ ഒരാൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും ക്വാണ്ടിറ്റിയാണ് അവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പം നമ്മൾ കാണിച്ച ദിലീപിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടലാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിരുന്നു രാത്രി കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണേ. അങ്ങനെ ഷട്ടിലൊക്കെ കളിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കണ്ടേ കളിച്ച് ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്.